ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. വെൽക്കം ടു മൈ ചാനൽ. പരമ്പരാഗതമായ ഒരു നോമ്പുതുറ വിഭവത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്നും ഇഫ്താർ മേശകളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള തരിക്കഞ്ഞി അഥവാ തരി കാച്ചിയത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. നോമ്പിൻ്റെ ക്ഷീണവും എല്ലാം മാറാൻ ഈ തരിക്കഞ്ഞി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യമായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് 1.5 കപ്പ് പാലാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഫുൾ ഫാറ്റ് മിൽക്കാണ്. ഇതിന് കൊഴുപ്പ് അല്പം കൂടുതലായതുകൊണ്ട് ഞാൻ അതൊന്ന് കുറയ്ക്കുന്നതിന് വേണ്ടി 1/4 കപ്പ് വെള്ളവും കൂടെ ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. 240 ml കപ്പാണ് ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ആ വെള്ളവും കൂടെ ചേർത്ത് ആ പാലൊന്ന് ചൂടായി വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമായുള്ള പഞ്ചസാര ചേർക്കാം. ഞാൻ ഇവിടെ 3 ടീസ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ. കാരണം ഞാൻ അവസാനം ഇതിലേക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് മധുരത്തിനായിട്ട് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് മധുരം അല്പം കുറച്ചിട്ടാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി ആ പഞ്ചസാര അതിലേക്ക് നന്നായിട്ട് ലയിക്കുവാനായിട്ട് നമുക്ക് തീ അല്പം കൂട്ടി വെച്ച് തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി പാൽ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തീ താഴ്ത്തി വെച്ച് 1/4 കപ്പ് റവ അതിലേക്ക് ഇട്ട് കൊടുക്കാം. റവ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ നന്നായി കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഫ്ലെയിം നന്നായി താഴ്ത്തി വയ്ക്കുകയും ചെയ്യണം. ഈ 2 കാര്യങ്ങളും മറക്കാതെ ചെയ്യണേ. 2-3 മിനിറ്റിനുള്ളിൽ തന്നെ ആ റവ വെന്ത് കുറുകി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ആ രുചി ഒന്ന് ക്രമീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു നുള്ള് ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ആ റവയെല്ലാം വെന്ത് ശരിയായിട്ടുണ്ട്. ഇനി മറ്റൊരു കടായി അടുപ്പത്ത് വെച്ച് 2 ടീസ്പൂൺ നെയ്യ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ പതുക്കെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള 1-2 സാധനങ്ങൾ ചേർക്കേണ്ടതുണ്ട്. ആദ്യമായിട്ട് ഒരു 5-6 ചുവന്നുള്ളി കനം കുറച്ച് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതാ നെയ്യിൽ കിടന്ന് ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് അല്പം കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കാം. കശുവണ്ടി പരിപ്പ് വല്ലാതെ കരിഞ്ഞു പോകണ്ട. ചെറുതായി മൂത്ത് വരുമ്പോൾ നമുക്ക് അല്പം ഉണക്കമുന്തിരിങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ആ നെയ്യിൽ കിടന്ന് വഴന്നു വന്നാൽ പിന്നീട് നമുക്കത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച റവയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ നെയ്യും ചുവന്നുള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ശേഷം നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ റവക്കഞ്ഞി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഗ്ലാസ്സുകളിൽ ഒഴിച്ച് എല്ലാവർക്കും സെർവ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ രുചി വളരെ അപാരമാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടെങ്കിലും തയ്യാറാക്കുവാൻ വളരെ എളുപ്പമാണ്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഈന്തപ്പഴമാണ് ഞാൻ അവസാനമായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർക്കുന്നതുകൊണ്ടാണ് ഞാൻ പഞ്ചസാരയുടെ അളവ് അല്പം കുറച്ചത്. ഇതുകൂടെ ചേർക്കുമ്പോൾ തരിക്കഞ്ഞി വളരെ രുചികരമായിട്ടിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.